വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാം. ഇതിൻ്റെ പൂവിൽ നിന്ന് ഈ രണ്ടും ഒഴിവാക്കാം. മൂത്തത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ബാക്കിയുള്ളവ ചെറുതായി അരിഞ്ഞെടുക്കാം. ഒരു പ്രാവശ്യം നന്നായി കഴുകിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കറ കളയാൻ വെക്കാം. 2-3 പ്രാവശ്യം കൂടി കഴുകിയെടുത്തതിന് ശേഷം തോരൻ ഉണ്ടാക്കാം. കുറച്ച് തുവരപ്പരിപ്പ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിന് വേവിച്ചെടുക്കാം. വാഴപ്പൂ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം പരിപ്പ് ഊറ്റി വെച്ച ബാക്കി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വിസിലിന് ഹൈ ഫ്ലെയിമിൽ സ്റ്റവ് ഓഫ് ആക്കാം. എണ്ണ അടുപ്പിൽ വെച്ച് കടുക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഉള്ളി വാടിയതിന് ശേഷം വേവിച്ച് വെച്ച വാഴപ്പൂ അതിലേക്ക് ഇട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. ഊറ്റി വെച്ച പരിപ്പും തേങ്ങ ചിരകിയതും കൂടി ഇട്ട് ചെറുതീയിൽ 5 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കുന്നതോടെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ തയ്യാർ.